ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇതൊരു നോർമൽ ഡേ ആണ്. ഇന്ന് വർക്കിംഗ് ആയതുകൊണ്ടും ഇച്ചായിക്ക് ഓഫീസ് ഉള്ളതുകൊണ്ടും കുറച്ച് നേരത്തെ എണീറ്റു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഓവർനൈറ്റ് ഓട്സ് ഞാൻ ഇന്നലെ തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ കഴിക്കുന്നതിന് കുറച്ച് മുന്നേ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കണേ. അതെങ്ങനെയാണ് പ്രിപ്പയർ ആക്കിയെന്ന് വെച്ചാൽ, ഒരു ബൗളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഓട്സും 1 ടേബിൾ സ്പൂൺ യോഗേർട്ടും 2 ഡേറ്റ്സും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് സോക്ക് ചെയ്യാനും മാത്രമുള്ള പാലും നമ്മൾ ആഡാക്കി കൊടുത്തു. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്ക് നാളെ എപ്പോഴാണോ കഴിക്കേണ്ടത് അതിന് കുറച്ച് സമയത്തിന് മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് ഡേ നമ്മൾ കഴിക്കുന്നതിന് മുന്നായിട്ട് ഫ്രൂട്ട്സായിട്ട് ആപ്പിളും സ്ട്രോബെറിയും മാംഗോയും ഞാൻ ആഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഞാൻ കുറച്ച് കറുവാപ്പട്ടയുടെ പൊടിയും കൂടെ ആഡാക്കി കൊടുത്തിട്ടുണ്ട്. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലാസ്റ്റ് ഞാൻ കുറച്ച് ഹണി കൂടി ആഡാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. വേഗം നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും, വേഗം ആവുകയും ചെയ്യും. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇച്ച ഡെയിലി ഓഫീസിൽ ലഞ്ച് കൊണ്ടുപോകാറാണ്. അപ്പം നമുക്ക് ലഞ്ച് ബോക്സും കൂടെ റെഡിയാക്കാം. ഞാൻ ചോറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കറിയായിട്ട് ഇലത്തോരനും ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും ആയിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ലഞ്ചും. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും എല്ലാം റെഡിയാകുന്നത് കൊണ്ട് പിന്നെ നമുക്ക് കുക്കിംഗ് ഒന്നുമില്ല. ക്ലീനിങ്ങും പിന്നെ നൂനും എണ്ണീറ്റ് കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളും അവൾക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഉള്ളൂ. അങ്ങനെ ലഞ്ച് റെഡിയായി. ഇച്ച ഓഫീസിലേക്കും പോയി. ഇനി നമ്മൾ വൈകുന്നേരമാണ് കാണുന്നത്. വൈകുന്നേരം നമ്മൾ നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്ലി ഷോപ്പിങ്ങിനായിട്ടും പിന്നെ കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ട ഐറ്റംസ് എല്ലാം വാങ്ങാനായിട്ടും. നെസ്റ്റോ നമ്മുടെ അടുത്ത് തന്നെയാണ്. നൂനു പേടിച്ചിരിക്കുകയാണ്. അവളെ പിടിച്ചിട്ടില്ല, അവളിപ്പോൾ താഴെ പോകുമെന്ന് പറഞ്ഞ്. അതാണ് അവൾക്ക് അങ്ങനത്തെ ഒരു എക്സ്പ്രഷൻ. അങ്ങനെ നമ്മുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി. അടുത്തതൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ്. മാംഗോസ് എല്ലാം ആദ്യം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. ആ കട്ട് ചെയ്ത് വെച്ച മാംഗോസിൽ നന്നായിട്ട് ഉപ്പെല്ലാം തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചേ. വറുത്ത കടുകും ഉലുവയാണ്. ഇത് നമുക്ക്
ഒന്ന് പൊടിച്ചെടുക്കാം. അടുത്തതായി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുകും ഉലുവയും ഇടുക. അത് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ആഡ് ചെയ്യുക. അത് നന്നായിട്ട് അതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴത്തേന് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ഉലുവയും കടുകും മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ലാസ്റ്റും ആഡ് ചെയ്യേണ്ടതാണ്. കായം കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഇനി വിനീഗറും വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ആഡാക്കി കൊടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയതുകൊണ്ട് മാത്രം ഷെയർ ചെയ്തതാണ്. അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. കുറച്ച് ടേസ്റ്റിനായിട്ട് കുറച്ച് പഞ്ചസാരയും ആഡ് ചെയ്ത് ലാസ്റ്റായിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും താളിച്ചിട്ട് കൊടുത്തു. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.